ഹായ് ഓൾ, അസ്സാം വലൈക്കും. കുറേ നാളുകൾക്ക് ശേഷം ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട്. മുമ്പത്തെ വീഡിയോസിലൊക്കെ ഡിസൈൻ വരക്കുന്നത് കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഹീറ്ററൈസബിൾ പെന്ന് വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരക്കുന്നതാണ്. അപ്പോൾ ഇതാ വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അത് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ വരക്കുന്ന ഒരു ടൈം തന്നെ തെളിഞ്ഞ് കാണുന്നില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ അത് കുറച്ചുകൂടെ ഡാർക്കായിട്ട് തെളിഞ്ഞ് കാണുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഡിസൈനൊക്കെ വരച്ചെടുക്കുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പെൻ തന്നെയാണ് കേട്ടോ അത്. അതിൻ്റെ 4 ഷെയ്ഡ് വരുന്നുണ്ട്. റെഡ്, ബ്ലാക്ക്, ബ്ലൂ, പിന്നെ വൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പെന്നാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ 2 രീതിയിലും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് നോർമൽ നീഡിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ആരി നീഡിൽ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരി നീഡിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാത്ത അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നോർമൽ നീഡിൽ വെച്ചിട്ടും എങ്ങനെ ചെയ്യാന്നുള്ളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിത് കുട്ടികളുടെ ഫ്രോക്സിലായാലും അതുപോലെ തന്നെ കുർത്തീസിലൊക്കെ ആയാലും യോക്ക് പോർഷനിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല എലഗൻറ്റ് ലുക്കുള്ളൊരു വർക്ക് കൂടെയാണ്. ഡ്രസ്സിലൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നോർമൽ നീഡിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഓരോ ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലാതെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ 2-3 ബീഡ്സ് വീതം വെച്ചിട്ട് ഇതുപോലെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2 രീതിയിൽ ചെയ്താലും നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നത്. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ ഒരു വർക്കൊക്കെ നമ്മൾ ഡ്രസ്സിൽ ചെയ്തെടുക്കുമ്പം കുറച്ചുകൂടെ കോൺട്രാസ്റ്റായിട്ട് വരുന്ന കളേഴ്സ്, ഡ്രസ്സിനോട് മാച്ചാവുന്ന രീതിക്ക് തന്നെ കോൺട്രാസ്റ്റായിട്ട് വരുന്ന കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതൊന്നുകൂടെ ഭംഗിയുണ്ടാവും. കുറച്ചുകൂടെ അട്രാക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രസ്സിൻ്റെ സെയിം കളർ തന്നെ യൂസ് ചെയ്യാതെ കുറച്ചുകൂടെ കോൺട്രാസ്റ്റായിട്ട് വരുന്ന ഡ്രസ്സിനോട് മാച്ചാവുന്ന രീതിക്ക് തന്നെ വരുന്ന കുറച്ച് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നല്ല എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് എടുത്ത് കാണിക്കും, ആ ഒരു വർക്ക് എടുത്ത് കാണിക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ബാക്കി പോർഷൻസൊക്കെ ഞാൻ ആരി നീഡിൽ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, കുറച്ച് സ്പീഡായിട്ടാണ് ആ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽഡായിട്ട് ആരി വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് സ്പീഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പം നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ സ്പീഡായിട്ടും അതുപോലെ തന്നെ നല്ല പെർഫെക്ഷനിലും ചെയ്തെടുക്കാൻ പറ്റുന്നത് ആരി നീഡിൽ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പം ആരി നീഡിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതൊന്നുകൂടെ സ്പീഡായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ 2 രീതിക്കും ഈ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ടൈപ്പ് ബീഡ്സ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിവിടെ മൈക്രോ കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബീഡ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. വേറെ ബീഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കട്ട് ബീഡ്സ് അല്ല ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ കട്ട് ബീഡ്സാണ് ഒന്നുകൂടെ ഭംഗിയുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഷെയ്ഡുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുക. നല്ല ഭംഗിയുണ്ടാവും ചെയ്ത് വരുമ്പം. ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുമായിട്ട് കുറച്ചുകൂടെ പോർഷൻസ് കവർ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ വേറെ ഷെയ്ഡ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ കട്ട് ബീഡ്സ് തന്നെയാണ്, പക്ഷേ വേറൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്നുകൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സെൻറ്ററിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന രീതിക്ക് കുറച്ച്
ബീഡ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിലും കൂടെ ഒന്ന് കവർ ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ബിഗിനേഴ്സിനായാലും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിലായാലും കുർത്തീസിലായാലും ഒക്കെ യോക്ക് പോർഷനിൽ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ സ്ലീവിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. ബൈ. അസ്സലാമു അലൈക്കും.